ഒരു ആപ്പ് കാരണം ഒരാളെ ജീവിതം തന്നെ മാറിയത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതെ, സേവ് അതുൽ റഹീം എന്ന് പറഞ്ഞ ആപ്പിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. 34 കോടി 2 ആഴ്ച കൊണ്ട് സംഘടിപ്പിക്കാൻ വിശ്വസിക്കാൻ കഴിയുന്നില്ല അല്ലെ? ഈ കഥയ്ക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതെന്താന്നുള്ളു മക്കളെ, എത്രയായി ഞാനെന്റെ കുട്ടിവേറിട്ട് നിൽക്കണേ. നിലവിൽ 34 കോടി 45 ലക്ഷത്തി 46,568 രൂപ വന്നിട്ടുണ്ട്. ഇതിന്റെ സംഘാടകർ തുടക്കം മുതൽ ശ്രദ്ധിച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ സുതാര്യത ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ആപ്പ് കൊണ്ടുവന്നത്. ഈ ആപ്പിലൂടെ ആരൊക്കെ പണം നൽകി, ആരിലേക്കൊക്കെ എത്തി, ആരൊക്കെ നൽകുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. കൃത്യമായിട്ട് ജനങ്ങൾക്ക് മനസ്സിലാവുക ഈ ആപ്പ് എൻ്റെ പ്രായത്തിലുള്ള ആൾക്കാർക്ക് കൂടി പുതിയൊരു അറിവാണ്. ഈ ആപ്പ് എത്ര പൈസ നമ്മൾ ഇട്ട്, എത്ര പൈസ ആയി, എല്ലാം വ്യക്തമായിട്ട് അറിയുന്ന ഒരു കേസാണ്. ഒരു ആപ്പിന് എങ്ങനെയാണ് സമൂഹത്തിലെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ പറ്റുക എന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ് ഈ ഒരു ആപ്പ്. നിങ്ങൾ ശ്രദ്ധിച്ചു വേണം, ഈ 34 കോടി രൂപ സംഘടിപ്പിക്കുക എന്നുള്ളത് നമ്മൾ മലയാളികളുടെ ഒരു ഒത്തൊരുമയുടെ ഭാഗമാണെങ്കിൽ പോലും കുറഞ്ഞ ഈ 2 ആഴ്ച എന്ന് പറഞ്ഞ് കുറഞ്ഞ സമയം കൊണ്ട് ഇത്രയും അധികം രൂപ കളക്ട് ചെയ്യുന്നത് ഈ ആപ്പ് വഹിച്ച പങ്ക് വളരെ വലുതാണ്. ലോകത്തിന്റെ ഏത് ഭാഗത്ത് നിന്നിരുന്നിട്ടും വളരെ ട്രാൻസ്പെറന്റ് ആയിട്ട് നമ്മൾ അയക്കുന്ന ഓരോ രൂപയും അതുൽ റഹീമിനെ തന്നെ കിട്ടുന്ന ഉറപ്പ് വരുത്തിക്കൊണ്ട് ഡൊണേഷൻസ് നൽകാനും സ്വീകരിക്കാനും കഴിയുക എന്നുള്ളത് ഈ ആപ്പ് കൊണ്ടുണ്ടായ പ്രധാനപ്പെട്ട ഉപകാരമാണ്. ഈ ഒരു ട്രാൻസ്പെറൻസി തന്നെയാണ് ഇത്രയും അധികം മലയാളികളെ ഇത്രയും അധികം വലിയൊരു തുക ഈ വളരെ കുറഞ്ഞ സമയം കൊണ്ട് സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ആപ്പിന് ഉപയോഗപ്പെടുത്താനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം. നീയൊന്ന് ചോദിച്ചില്ലടാ, ഇത്രയുള്ള മനുഷ്യൻ ഇത്രയൊക്കെ ഉണ്ടടാ മനുഷ്യൻ.